ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടോസ് അക്കാദമിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേരള റിനൈസൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ടോപ്പിക്കുകൾ. അതായത് അധികം സമയം എടുക്കുന്നില്ല, ചെറിയൊരു ടൈമിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും റിപ്പീറ്റഡ് ആയിട്ടും നമ്മുടെ കേരള റിനൈസൻസിന്റെ ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചില പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മുടെ HSID എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസും ഒക്കെയാണ് ചെറുതായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ജസ്റ്റ് ടോപ്പിക്കുകളിലേക്ക് ഒന്ന് കടക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ഒരു ടേബിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ടേബിളിൽ നമുക്ക് കാണാൻ പറ്റുന്നത് പ്രധാനപ്പെട്ട റിനൈസൻസ് ലീഡേഴ്സ്, അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓർഗനൈസേഷൻസ്, അത് വന്നിട്ടുള്ള ഇയർ, അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മൗത്ത് പീസുകൾ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ടേബിളിൽ നോക്കുവാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം ആദ്യമായിട്ട് ഓർഗനൈസേഷൻ സമത്വ സമാജം എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കേരള റിനൈസൻസുമായിട്ട് ബന്ധപ്പെട്ട് വളരെ അധികം തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണെന്നുള്ള ചോദ്യം പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അതിന്റെ ഉത്തരം അയ്യ വൈകുണ്ഠറാണ്. ആരാണ്? അയ്യ വൈകുണ്ഠർ, അല്ലെങ്കിൽ വൈകുണ്ഠ സ്വാമികൾ എന്നൊക്കെ പറയുന്ന അയ്യ വൈകുണ്ഠരാണ് എന്ത് സ്ഥാപിച്ചിരിക്കുന്നത്? സമത്വ സമാജം. ഓക്കെ, ഇനി ഇതിന്റെ വർഷവും ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1836. അപ്പൊ ഇത് പഠിക്കുമ്പോൾ നമുക്ക് എന്താ പറയാ, 18ന്റെ ഇരട്ടിയാണ് എന്ത്? 36 അല്ലെ? അപ്പൊ അങ്ങനെ ഓർക്കുക, സമത്വ സമാജം 1836. സമത്വ സമാജത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ കേരള റിനൈസൻസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ ആദ്യത്തെ തന്നെ ഒരു പ്രസ്ഥാനമാണ് എന്തെന്ന് പറയുന്നത്? സമത്വ സമാജം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം സമത്വ സമാജം ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ അതിന്റെ വർഷം കൃത്യമായിട്ട് ഓർത്തിരിക്കുക, 1836. അതുപോലെ അതിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് അയ്യ വൈകുണ്ഠർ, അല്ലെങ്കിൽ വൈകുണ്ഠ സ്വാമികളാണ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ഒരിക്കലും മറക്കരുത്, കൃത്യമായിട്ട് ഓർത്തു വെക്കണം. സമത്വ സമാജം, അയ്യ വൈകുണ്ഠർ, 1836. ഇനി അടുത്തത് നമുക്ക് SNDP എല്ലാവർക്കും അറിയാവുന്നതാണ്. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. ഇത് സ്ഥാപിതമായ വർഷം വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1903 ഇത് സ്ഥാപിതമാകുന്നത്. SNDP സ്ഥാപിതമാകുന്നത് 1903. ഇതിന്റെ മൗത്ത് പീസ് എന്ന് പറയുന്നത് വിവേകോദയം ആയിരുന്നു. ആദ്യം വിവേകോദയം എന്ന് പറയുന്ന ഒരു മൗത്ത് പീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് അത് യോഗനാഥം, ഇപ്പൊ നിലവിൽ യോഗനാഥം എന്ന് പറയുന്ന മൗത്ത് പീസ് ആണ് SNDPയുടെ മൗത്ത് പീസ് ആയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ഓർത്തു വെക്കുക, SNDP 1903 നിലവിൽ വന്നിരിക്കുന്നത്. വിവേകോദയം ആയിരുന്നു ആദ്യത്തെ മൗത്ത് പീസ്, പിന്നീട് അത് യോഗനാഥം ആയി മാറിയിരിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഒരു പ്രസ്ഥാനത്തിലേക്ക് വരികയാണെങ്കിൽ സാധുജന പരിപാലന യോഗം, അല്ലെങ്കിൽ SJDPS എന്നൊക്കെയാണ് ചിലപ്പോൾ ചോദിക്കാറ്. അപ്പൊ സാധുജന പരിപാലന സംഘം. അപ്പം ഇത് സ്ഥാപിച്ചിരിക്കുന്നത് അയ്യങ്കാളിയാണ്. പലതവണ ഏറ്റവും കൂടുതൽ എന്ന് നമുക്ക് തന്നെ പറയാൻ പറ്റുന്ന റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള PSCയുടെ ഒരു ക്വസ്റ്റ്യൻ ആണ് റിനൈസൻസിന്റെ ഏരിയയിൽ നിന്ന്. സാധുജന പരിപാലനത്തിന്റെ ഫൗണ്ടർ ആരാണ്? അതുപോലെ സാധുജന പരിപാലന സംഘത്തിന്റെ വർഷം ഏതാണ്? അപ്പൊ ഒരു കാരണവശാലും നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ നമ്മൾ തെറ്റിക്കാൻ പാടില്ല. സാധുജന പരിപാലന സംഘം അല്ലെങ്കിൽ സാധുജന പരിപാലന യോഗം ഇത് സ്ഥാപിച്ചിരിക്കുന്നത് അയ്യങ്കാളിയാണ്. 1907 ഇതിന്റെ മൗത്ത് പീസ് എന്ന് പറയുന്നത് സാധുജന പരിപാലിനി എന്ന് പറയുന്ന ആ ഒരു മൗത്ത് പീസ് ആണ് സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രമായിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ ഓർത്തിരിക്കുക ഈ കാര്യം. ഇനി അടുത്ത യോഗക്ഷേമ പ്രസ്ഥാനം, യോഗക്ഷേമ മൂവ്മെന്റ്. യോഗക്ഷേമ പ്രസ്ഥാനത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് VT ഭട്ടതിരിപ്പാടിന്റെ പേരായിരിക്കും. പക്ഷെ ഇതിന്റെ ഫൗണ്ടർ ആയിട്ട് പറയുന്നത് ഫസ്റ്റ് പ്രസിഡന്റ് ദേശമംഗലത്ത് ശങ്കരൻ നമ്പൂതിരിപ്പാടാണ് യോഗക്ഷേമ മൂവ്മെന്റിന്റെ ഫൗണ്ടർ ആയിട്ട് അറിയപ്പെടുന്നത്. ഇനി 1908 യോഗക്ഷേമ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. യോഗക്ഷേമ മൂവ്മെന്റിന്റെ മൗത്ത് പീസ് ആണ് മംഗളോദയം. ഓക്കെ, അപ്പോൾ ഓർത്തു വെക്കുക, യോഗക്ഷേമ മൂവ്മെന്റിന്റെ മൗത്ത് പീസ് അല്ലെങ്കിൽ മുഖപത്രമാണ് മംഗളോദയം. ഓക്കെ, അപ്പൊ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 പ്രസ്ഥാനങ്ങൾ, അതിന്റെ സ്ഥാപകര്, അതിന്റെ വർഷം, അതുപോലെ അതിന്റെ മൗത്ത് പീസ്, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒരു കാരണവശാലും തെറ്റിക്കാൻ പാടില്ല. സമത്വ സമാജം അയ്യ വൈകുണ്ഠർ 1836, SNDP 1903 ശ്രീനാരായണ ഗുരു, സാധുജന പരിപാലന സംഘം അയ്യങ്കാളി 1907, യോഗക്ഷേമ മൂവ്മെന്റ് 1908, അതിന്റെ മൗത്ത് പീസ് മംഗളോദയം ഒക്കെ വളരെയധികം തവണ ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഓർത്തിരിക്കുക, യോഗക്ഷേമ മൂവ്മെന്റിന്റെ മൗത്ത് പീസ് ആണ് മംഗളോദയം.
ഓക്കെ, ഇനി അടുത്തതായിട്ട് വരുന്നത് PRDS, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. ഇതിന്റെ സ്ഥാപകൻ പൊയ്കയിൽ യോഹന്നാൻ, പൊയ്കയിൽ അപ്പച്ചൻ എന്നൊക്കെ അറിയപ്പെടുന്ന, കുമാര ഗുരുദേവൻ എന്നൊക്കെ അറിയപ്പെടുന്ന പൊയ്കയിൽ യോഹന്നാനാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ അല്ലെങ്കിൽ PRDSന്റെ സ്ഥാപകനായിട്ട് വരുന്നത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമാണ്, കൃത്യമായിട്ട് ഓർത്തു വെക്കുക. ഇരുവിവേരൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് ആരംഭിക്കുന്നത്. പൊയ്കയിൽ യോഹന്നാന്റെ ജന്മസ്ഥലം. 1909 ഈ പ്രസ്ഥാനം സ്ഥാപിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർഷവും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രസ്ഥാനവുമാണ്. എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. ഇതിന്റെ മൗത്ത് പീസ് അല്ലെങ്കിൽ മുഖപത്രം അദിയാർ ദീപം എന്നുള്ള മുഖപത്രമാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ മുഖപത്രമായിട്ട് വരുന്നത്. അപ്പോൾ ഓർത്തു വെക്കുക, PRDS ഫൗണ്ടർ പൊയ്കയിൽ യോഹന്നാൻ, വർഷം 1909, മൗത്ത് പീസ് അടിയാർ ദീപം. ഇനി അടുത്ത് ബാലസമുദായ പരിഷ്കാരിണി സഭ. ബാലസമുദായ പരിഷ്കാരിണി സഭ, ഇതിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് പണ്ഡിറ്റ് KP കറുപ്പനാണ്. പണ്ഡിറ്റ് KP കറുപ്പനാണ് ബാലസമുദായ പരിഷ്കാരിണി സഭയുടെ ഫൗണ്ടർ ആയിട്ട് വരുന്നത്. ഇതിന്റെ വർഷം 1912, 1912 ബാലസമുദായ പരിഷ്കാരിണി സഭ സ്ഥാപിതമാണ്. ഇനി അടുത്തതായിട്ട് വരുന്നത് NSS. വളരെ അധികം തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. NSSന്റെ സ്ഥാപിത വർഷം എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് ഓർത്തു വെക്കുക. നായർ സർവീസ് സൊസൈറ്റി സ്ഥാപകൻ മന്നത്ത് പത്മനാഭനാണ്. ഇതിന്റെ സ്ഥാപിത വർഷം എന്ന് പറയുന്നത് 1914. ഇതിന്റെ മൗത്ത് പീസ് എന്ന് പറയുന്നത് സർവീസ് എന്നുള്ളതാണ് NSSന്റെ മൗത്ത് പീസ്. അപ്പോൾ ഓർത്തു വെക്കുക, NSS സ്ഥാപിതമായ വർഷം 1914, സ്ഥാപകൻ മന്നത്ത് പത്മനാഭൻ, മൗത്ത് പീസ് സർവീസ്, മുഖപത്രം എന്ന് പറയുന്നത് സർവീസ് ആണ്. അടുത്ത സഹോദര സംഘം പേരിൽ തന്നെയുണ്ട്. സഹോദരൻ അയ്യപ്പനാണ് ഇതിന്റെ സ്ഥാപകൻ. 1917 ഇത് സ്ഥാപിതമായിരിക്കുന്നത്. സഹോദരൻ എന്ന പേരിൽ തന്നെയാണ് ഇതിന്റെ മുഖപത്രം വരുന്നത്. ഇനി അതുപോലെ അടുത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു സംഘമാണ്. ഓക്കെ, അപ്പൊ അടുത്തതായിട്ട് നമ്മൾ ആത്മവിദ്യ സംഘത്തിലേക്കാണ് വരുന്നത്. ആത്മവിദ്യ സംഘത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രസ്ഥാനം തന്നെയാണ്. വാഗ്ഭടാനന്ദനാണ് ഇതിന്റെ ഫൗണ്ടറായിട്ട് വരുന്നത്. 1917, 1917 തന്നെയാണ് സഹോദര സംഘം അതുപോലെ ആത്മവിദ്യാ സംഘം. ഈ രണ്ട് പ്രസ്ഥാനങ്ങളും 1917. ഇതിന്റെ മുഖപത്രവും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അഭിനവ കേരളം എന്നുള്ളതാണ് ഇതിന്റെ മുഖപത്രം. ഇനി അടുത്തായിട്ട് വരുന്ന ആനന്ദ മഹാസഭ ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ഇതിന്റെ ഫൗണ്ടർ. 1918. ഇതിന്റെ മൗത്ത് പീസ് എന്ന് പറയുന്നത് സാരാഗ്രഹി എന്ന് പറയുന്ന ആ ഒരു മാഗസിനാണ്. ഓക്കെ, ഓർത്തു വെക്കുക. ഇനി അടുത്ത യുക്തിവാദി സംഘം MC ജോസഫ്, 1935. ദ സെക്യുലർ ഹ്യൂമനിസ്റ്റ് എന്ന് പറയുന്നതാണ് ഇതിന്റെ മൗത്ത് പീസ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഓർത്തു വെക്കുക. ഈ സ്ലൈഡിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ PRDS പൊയ്കയിൽ യോഹന്നാൻ ഫൗണ്ടർ ആണ്. അതിന്റെ സ്ഥാപക വർഷം 1909, മൗത്ത് പീസ് അടിയാർ ദീപം. ഇനി അടുത്ത് ബാലസമുദായ പരിഷ്കരണി സഭ പണ്ഡിറ്റ് KP കറുപ്പൻ, 1912. ഇനി NSSലേക്ക് വരികയാണെങ്കിൽ 1914, മൗത്ത് പീസ് സർവീസ്, സ്ഥാപകൻ മന്നത്ത് പത്മനാഭൻ. സഹോദര സംഘം സഹോദരൻ അയ്യപ്പൻ, 1917, മൗത്ത് പീസ് സഹോദരൻ. ഇനി അടുത്ത് ആത്മവിദ്യാ സംഘം വാഗ്ഭടാനന്ദൻ, 1917. അഭിനവ കേരളമാണ് മൗത്ത് പീസ്. ഇനി അടുത്ത് ആനന്ദ മഹാസഭ ബ്രഹ്മാനന്ദ ശിവയോഗി, 1918. സാരാഗ്രഹി എന്ന് പറയുന്നതാണ് ഇതിന്റെ മൗത്ത് പീസ്. അടുത്ത യുക്തിവാദി സംഘം MC ജോസഫ്, 1935. ദ സെക്യുലർ ഹ്യൂമനിസ്റ്റ് എന്ന് പറയുന്നതാണ് ഇതിന്റെ മൗത്ത് പീസ്. ഓക്കെ, ഇനി നമുക്ക് കൺഫ്യൂസിംഗ് ആയിട്ട് വരുന്ന ചില കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. നമ്മൾ പന്തിഭോജനം, സമപന്തി ഭോജനം, പ്രീതിഭോജനം, മിശ്രഭോജനം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ്. ആദ്യമായിട്ട് സമപന്തി ഭോജനം വൈകുണ്ഠ സ്വാമികളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സമത്വവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ വൈകുണ്ഠ സ്വാമികളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, നമുക്ക് പഠിക്കാം അല്ലെ. സമത്വ സമാജം അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ സമപന്തി ഭോജനവും വൈകുണ്ഠ സ്വാമികളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി അടുത്ത് പന്തിഭോജനമാണെങ്കിലോ, പന്തിഭോജനം തൈക്കാടയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രീതിഭോജനമാണെങ്കിൽ വാഗ്ഭടാനന്ദനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. മിശ്രഭോജനമാണെങ്കിൽ സഹോദരൻ അയ്യപ്പനുമായിട്ടും ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, പ്രീതിഭോജനം ആരുടെയാണ്? വാഗ്ഭടാനന്ദനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. മിശ്രഭോജനം സഹോദരൻ അയ്യപ്പനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പന്തിഭോജനം തൈക്കാടയ്യുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സമപന്തി ഭോജനം വൈകുണ്ഠ സ്വാമികളുമായിട്ടും ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങൾ ഇനി മാറിപ്പോരുത്, നമ്മൾ ഓർത്തു വെക്കുക. സമപന്തി ഭോജനം, പന്തിഭോജനം, പ്രീതിഭോജനം, മിശ്രഭോജനം, ഇത് ആരൊക്കെയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം. ഓക്കെ, ഇനി നമ്മൾ ചില ഫേമസ് ആയിട്ടുള്ള സേയിങ്സ് ആണ് നോക്കാൻ പോകുന്നത്. ഒன்றേ ജാതി, ഒன்றേ മതം, ഒன்றേ ഉലകം, ഒன்றേ അരശ്, ഒன்றേ നീതി എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവരാണ് വൈകുണ്ഠ സ്വാമികളാണ്. വൈകുണ്ഠ സ്വാമികളാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ശ്രീനാരായണഗുരു പറഞ്ഞ എന്താന്ന് നമുക്കറിയാം. 1 കാസ്റ്റ് 1 റിലീജിയൻ 1 ഗോഡ് ഫോർ മാൻ, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന്. ഇനി അതുപോലെ തൈക്കാടയെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇന്ദുലകത്തിലെ ഒരു ജാതി ഒരു മതം ഒരു കടവുൾ. എല്ലാത്തിന്റെയും അർത്ഥം ഒന്നാണ്, പക്ഷെ
രീതിക്ക് പറഞ്ഞിരിക്കുന്നു എന്ന് നോക്കൂ. അപ്പൊ സഹോദരനയ്യപ്പൻ പറഞ്ഞിരിക്കുന്നത് എന്താ? നോ കാസ്റ്റ്, നോ റിലീജിയൻ, നോ ഗോഡ് ഫോർ മാൻ. അപ്പം സഹോദരനയ്യപ്പൻ ഒരു നിരീശ്വരവാദികളുടെ ആ ഒരു രീതിയിലുള്ള വ്യക്തിയായിരുന്നുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞ എന്താണ്? നോ കാസ്റ്റ്, നോ റിലീജിയൻ, നോ ഗോഡ് ഫോർ മാൻ എന്നുള്ളതാണ് സഹോദരനയ്യപ്പനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സെയിങ് ആയിട്ട് വരുന്നത്. അപ്പൊ ഈ കാര്യം കൂടെ നമുക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ നോക്കുവാൻ പോകുന്നത് ശ്രീനാരായണ ഗുരുവിനെ മറ്റു പ്രഗത്ഭരായിട്ടുള്ള നവോത്ഥാന നായകന്മാര് കണ്ടുമുട്ടിയ വർഷങ്ങൾ. ഇത് ഇമ്പോർട്ടന്റ് ആണ്, പലപ്പോഴും ചോദിച്ചു കാണാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതും കൂടെ നമ്മളൊന്ന് നോക്കി വെക്കണം. ചട്ടമ്പി സ്വാമികൾ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടുന്നത് 1882 അണിയൂർ ടെമ്പിളിൽ വെച്ചിട്ടാണ്. ഇനി കുമാരനാശൻ 1891 കായിക്കര വെച്ചിട്ടാണ് കണ്ടുമുട്ടുന്നത്. ഇനി ഡോക്ടർ പൽപു 1895 ബാംഗ്ലൂരിൽ വെച്ച് കണ്ടുമുട്ടുന്നു. അയ്യങ്കാളിയുമായിട്ട് ശ്രീനാരായണ ഗുരു കണ്ടുമുട്ടുന്നത് 1912. ഇനി വാഗ്ഭടാനന്ദൻ ആലുവ അദ്വൈത ആശ്രമത്തിൽ വെച്ചിട്ടാണ് ശ്രീനാരായണ ഗുരുവുമായിട്ട് ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. ഇനി രമണ മഹർഷി 1916 തിരുവില്ലാമല. ഇനി ടാഗോർ അതുപോലെ CF ആൻഡ്രൂസ് ശിവഗിരിയിൽ വെച്ചിട്ടാണ് കാണുന്നത്. അദ്ദേഹത്തെ അവിടെ ചെന്ന് കാണുകയാണ് ഉണ്ടായത്. അതുപോലെ ഗാന്ധിജിയും 1925 കേരള സന്ദർശനം നടത്തുമ്പോൾ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ വർഷങ്ങളും അതുപോലെ ആരൊക്കെയാണ് ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയത് എന്നുള്ള കാര്യങ്ങളും കൂടെ നമ്മളൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി പണ്ഡിറ്റ് കുറുപ്പിനെ കുറിച്ച് പറയുമ്പോൾ പണ്ഡിറ്റ് കുറുപ്പിനുമായിട്ട് ബന്ധപ്പെട്ട് കുറെ അധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൃതികളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതെപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് പണ്ഡിറ്റ് കുറുപ്പിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൃതികൾ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ജാതി കുമ്മി, ഫസ്റ്റ് വർക്ക് ഇൻ മലയാളം അഗൈൻസ്റ്റ് കാസ്റ്റ് ജാതി വ്യവസ്ഥയ്ക്കെതിരെയുള്ള ആദ്യമായിട്ടുള്ള ഒരു വർക്കാണ് പണ്ഡിറ്റ് കറുപ്പന്റെ ജാതി കുമ്മി എന്ന് പറയുന്നത്. അതുപോലെ ആചാരഭൂഷണം പണ്ഡിറ്റ് കറുപ്പന്റെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ്. ടു ജനറേറ്റ് അവയർനെസ് എമംഗ് ഡിപ്രസ്ഡ് ക്ലാസസ് അഗൈൻസ്റ്റ് സൂപ്പർസ്റ്റിഷൻ അന്ധവിശ്വാസങ്ങൾക്കെതിരെ ഡിപ്രസ്ഡ് ക്ലാസ്സുകളിലുള്ളവരെ ബോധവാന്മാരാക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ അദ്ദേഹം എഴുതിയ ഒരു കൃതിയാണ് ആചാരഭൂഷണം. ഇനി അടുത്തത് ഉദ്യാന വിരുന്ന്, ബാലകലേശം, സമപന്തി, സമാധി സപ്താഹം ചട്ടമ്പി സ്വാമികളുടെ മരണത്തോടനുബന്ധിച്ച് അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു കൃതിയാണ്. അതുപോലെ പഞ്ചവടി, ചിത്രലേഖ, ധ്രുവചരിതം, ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. ഓർത്തു വെക്കുക. ജാതിക്കുമ്മി, ആചാരഭൂഷണം, ഉദ്യാന വിരുന്ന്, ബാലകലേശം, സമാധി സപ്താഹം, പഞ്ചവടി, ചിത്രലേഖ, ധ്രുവചരിതം, ഇതൊക്കെ പണ്ഡിറ്റ് കറുപ്പനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട വർക്കുകളാണ്. ഓക്കെ, ഇനി നമ്മൾ പ്രധാനപ്പെട്ട ചില വർക്കുകളെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ചില ജേണൽസും അതിന്റെ ഫൗണ്ടേഴ്സും. ഇത് പലപ്പോഴും നമുക്ക് കൺഫ്യൂസിംഗ് ആയിട്ട് വരാറുണ്ട്. എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുള്ള ചോദ്യവുമാണ്. അൽ ഇസ്ലാം എന്ന് പറയുന്ന ആ ഒരു ജേണലിന്റെ സ്ഥാപകൻ വക്കം മൗലവിയാണ്. അപ്പം മുസ്ലിം നവോത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ കൂടുതലായിട്ട് കേൾക്കുന്ന ഒരു പേര് എന്ന് പറയുന്നത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ആ ഒരു പേരായിരിക്കും. സ്വദേശാഭിമാനി പത്രവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി, അല്ലെ? ഓക്കെ, അപ്പം മുസ്ലിം നവോത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രധാനമായിട്ടും ചോദിക്കുന്ന ഒരു പത്രം അല്ലെങ്കിൽ ഒരു ജേണലാണ് അൽ-അമീൻ. അപ്പൊ അൽ-അമീൻ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ആണെന്ന് പലർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാറുണ്ട്. അത് മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ സാഹിബിന്റെ ആണ് എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. അൽ-അമീൻ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ഒരു ജേണൽ അല്ല, അത് മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ സാഹിബുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ അൽ ഹിലാൽ എന്ന് പറയുന്ന മറ്റൊരു ജേണലുണ്ട്, അത് മൗലാന അബ്ദുൽ കലാം ആസാദുമായിട്ടും ബന്ധപ്പെട്ടിരിക്കുന്നു. അൽ ഇസ്ലാം വക്കം മൗലവിയുടേതാണ്. പക്ഷെ അൽ-അമീൻ, അൽ ഹിലാൽ എന്നീ ജേണലുകൾ മറ്റു വ്യക്തികളുടെയാണ്. അത് ആരൊക്കെയാണ് എന്നുള്ള കാര്യം നമ്മൾ ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പം ഇനി നമ്മൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട, റെനേസൻസ് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. പ്രിപ്പയർ ഷോർട്ട് നോട്ട്സ് ഫോർ ഇയേഴ്സ്. റെനേസൻസിലെ വർഷങ്ങളാണ് നമുക്ക് എപ്പോഴും കൂടുതൽ കൺഫ്യൂഷനുകൾ ഉണ്ടാക്കുക. അപ്പോൾ വർഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ക്രോണോളജിക്കൽ ഓർഡറിൽ തന്നെ നമ്മൾ ഒരു പേപ്പറിലോ അല്ലെങ്കിൽ ചെറിയൊരു ഫോണിലോ ഒക്കെ നമുക്കൊരു ചെറിയ ബോക്സ് പോലെയോ അല്ലെങ്കിൽ ഒരു ഷോർട്ട് നോട്ട് പോലെയൊക്കെ ക്രിയേറ്റ് ചെയ്തിടാം. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഇത് സ്റ്റോർ ആയിക്കോളും. അപ്പോൾ ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ ഒരു 1836 ആ ഒരു സമയത്തോടു കൂടിയാണ് നമ്മുടെ റെനേസൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആദ്യത്തെ പ്രസ്ഥാനം 1836 സമത്വ സമാജം. ഓക്കെ, അപ്പൊ ആ ഒരു വർഷം തൊട്ട് ഫ്രണ്ടിലോട്ട് നമുക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു ചാർട്ടൊക്കെ ഉണ്ടാക്കി പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്ക് വർഷങ്ങൾ ഓർത്തിരിക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്ത് പ്രിപ്പയർ ബോക്സസ് ഫോർ ഇയേഴ്സ് ആൻഡ് ഓർഗനൈസേഷൻ. ബോക്സ് ഉണ്ടാക്കി പഠിക്കുക. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം റീഡ്, റിപ്പീറ്റ്, റിവൈസ്. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പഠിക്കുന്നു എന്നുള്ളതിലല്ല നമ്മുടെ വിജയം, പഠിക്കുന്ന കാര്യങ്ങൾ ഉറപ്പിച്ച് പഠിക്കുന്നു എന്നുള്ളതിലാണ് നമ്മുടെ വിജയം. അതുകൊണ്ട് റീഡ്, റിപ്പീറ്റ് ആൻഡ് റിവൈസ്. വായിക്കുക, വീണ്ടും വായിക്കുക, റിവൈസ് ചെയ്യുക. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ മനസ്സിലേക്ക് കാര്യങ്ങളൊക്കെ ഉറക്കുള്ളൂ. അപ്പോൾ നമുക്ക് എക്സാം ഹാളിൽ കയറി കഴിയുമ്പോൾ കൃത്യമായിട്ട് ഉത്തരം എഴുതുവാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പം എല്ലാവരും ക്ലാസ്സുകൾ കണ്ടു നോക്കുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.